പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പിലേക്കാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട, അവർക്ക് സന്തോഷം നൽകുന്ന, വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ തന്നെയാണ് ഇതിൻ്റെ നടപടി. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, ഈ ഒരു ജനുവരി മാസത്തെ പെൻഷൻ തുക കിട്ടിയ എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ കാണണം. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നാളെ മുതൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിലവിൽ 1600 രൂപയിൽ നിന്നും 2000 രൂപയിലേക്ക് ഉയർത്തി സംസ്ഥാന സർക്കാർ. അതിനുശേഷം കറക്റ്റായിട്ട് തുക, അതാത് മാസത്തെ തുക കുടിശ്ശികയില്ലാത്ത രീതിയിൽ ഇപ്പോൾ വിതരണം ചെയ്തു പോരുകയാണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ ഒരു തുകയുടെ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ ക്ഷേമ പെൻഷൻ തുക വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ 2 ടേമാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടതാണ്. മാത്രവുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ പെൻഷൻ തുക തടസ്സമുണ്ടായതും ഈ ഒരു പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുമാണ്. പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ തുക എത്ര രൂപയായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ആ തുക എത്ര മാസം, ഏകദേശം 18 മാസത്തോളം തുക കുടിശ്ശികയായിരുന്നു എന്നുള്ളൊരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോസ്റ്റല്ല, കാരണം ഇതിൻ്റെ ഒരു വാസ്തവമാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ ഒരു തുക സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന വലിയ ഒരു ശതമാനം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് നാളെ ഉണ്ടാകും. ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ്, അതായത് 2000 രൂപയിൽ നിന്ന് വീണ്ടും തുക ഏകദേശം 90% വർദ്ധിപ്പിക്കും എന്നുള്ള ഉറപ്പ് ഇപ്പോഴായിരിക്കുകയാണ്. ഏകദേശം ഒരു 2200 രൂപ അല്ലെങ്കിൽ 2500 രൂപ തന്നെ ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് സാഹചര്യം എത്തിയിരിക്കുകയാണ്. കുറഞ്ഞ പക്ഷം സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് 2200 രൂപയിലേക്ക് തുക ഉറപ്പായിട്ടും എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് കേരളത്തിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ഇതൊരു പൂർണ്ണ ബഡ്ജറ്റായിട്ട് അവതരിപ്പിക്കാനാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ടും ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ഗണ്യമായി വർദ്ധിപ്പിക്കുകയും അതിനുശേഷം 2-3 മാസം ഈ തുക കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വീണ്ടും വിശ്വാസ്യത ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകുന്നത്. 2400 രൂപ വരെ, ഏറ്റവും കുറഞ്ഞ 2200 മുതൽ 2400 അല്ലെങ്കിൽ 2500 രൂപ വരെ ഉറപ്പായിട്ടും വർധന ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. കുറഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ, ഒരു 200 രൂപ കൂടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന കേരളത്തിലെ 62 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബഡ്ജറ്റിലൂടെ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.